എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് അങ്ങനെ അജിനെ ഫോളോ ചെയ്തെത്തിയ സ്റ്റോക്കർ ആണെന്ന് കരുതി അജിന്റെ അച്ഛനെ തന്നെ ജുങ്ഹോ അടിച്ചിരിക്കുകയാണ്. അതിനുശേഷം ജുങ്ഹോ ഇറങ്ങി ഓടുന്നത് നമ്മൾ കണ്ടു. അപ്പോഴും ജീവനുണ്ടായിരുന്ന അജിന്റെ അച്ഛനെ അജിൻ തന്നെയാണ് ബാക്കിയായി അടിച്ചു കൊന്നത്. ആക്ച്വലി അടിച്ചു കൊല്ലുന്നതിന് മുന്നേ അടികിട്ടി താഴെ വീണ അയാൾ അജിനോട് നീ എന്നെ ഹെൽപ്പ് ചെയ്യുന്നു പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്തിരുന്നു. പക്ഷെ അപ്പോൾ അതിന് തയ്യാറാവാതെ നിങ്ങൾ കാരണം ഞാൻ ലൈഫിൽ എന്തോരം പാടുപെട്ടിട്ടുണ്ടെന്ന് അറിയാവോ, നിങ്ങളെ ഞാൻ ഹെൽപ്പ് ചെയ്യാനൊന്നും പറഞ്ഞ് അച്ഛന് നേരെ ഷൗട്ട് ചെയ്തുകൊണ്ടാണ് അവൾ അച്ഛനെ അടിച്ചു കൊന്നത്. അങ്ങനെ അച്ഛൻ മരിച്ച ശേഷം അവൾ അച്ഛന്റെ തലയിലുണ്ടായിരുന്ന ആ ഒരു ക്യാപ്പ് ഊരുകയും അത് പീസാക്കി ക്ലോസറ്റിലിട്ട് ഫ്ലഷ് അടിക്കുകയും ചെയ്യുന്നതും നമുക്ക് കാണാം. പിന്നീട് അടുത്ത ദിവസം ഈ ഒരു സംഭവം അറിഞ്ഞ് പോലീസുകാർ അവിടേക്ക് എത്തുന്നു. അച്ഛൻ അപ്പോഴേക്കും മുറിവൊക്കെ ഇട്ടിരുന്നോണ്ട് അവളെ ഹോസ്പിറ്റലിലാക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു കേസിന്റെ ഭാഗമായി ആക്രമിച്ച കഫേ ഓണറായ ജുങ്ഹോയെയും അറസ്റ്റ് ചെയ്യുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ജുങ്ഹോയെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതും ഹോസ്പിറ്റലിലുള്ള അജിന്റെ അടുത്ത് പോലീസ് മൊഴിയെടുക്കാനായി വരുന്നതുമാണ്. ജുങ്ഹോയെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ടീം അത് അജിന്റെ അച്ഛനാണെന്ന് തനിക്ക് അറിയില്ലായിരുന്നെന്നും അജിനെ ഒരാൾ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു, അവളെ ഉപദ്രവിക്കാൻ നോക്കുന്നുണ്ടായിരുന്നു, അയാളാണെന്ന് കരുതിയാണ് താൻ ആക്രമിച്ചതെന്ന് ജുങ്ഹോ പറയുമ്പോൾ അയാൾ ഒരു ക്യാപ്പ് തലയിൽ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതുകൊണ്ടാണ് തനിക്ക് ആള് മാറിപ്പോയത്, അച്ഛനാണെന്ന് അറിയില്ലായിരുന്നു, സ്റ്റോക്കർ ആണെന്നാണ് കരുതിയത് ആ ക്യാപ്പ് കണ്ടിട്ടെന്നെല്ലാം ജുൻഹോ പോലീസിനോട് പറഞ്ഞിരുന്നു. പക്ഷെ ആ ബോഡിയിലോ പരിസരത്തോ അങ്ങനെ ഒരു ക്യാപ്പ് കണ്ടിട്ടില്ലാത്തതുകൊണ്ട് പോലീസുകാരൻ അതിനെപ്പറ്റി പിന്നീട് അജിനോട് ചോദിക്കുമ്പോൾ അവളാകട്ടെ ക്യാപ്പോ എനിക്കൊന്നും അറിയില്ല എന്നാണ് പറയുന്നത്. കൂടാതെ അജിനെ ഉപദ്രവിക്കാൻ നോക്കിയ ആളിൽ നിന്ന് അവളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് അറ്റാക്ക് ചെയ്തതെന്ന് ജുൻഹോ പറഞ്ഞിരുന്നല്ലോ. അങ്ങനെ താൻ തെറ്റൊന്നും ചെയ്തില്ല എന്ന് ആ സമയത്ത് തോന്നിയെങ്കിൽ എന്തിനാണ് പിന്നെ അങ്ങനെ ഒരു കാര്യം ചെയ്ത ഉടനെ ഓടി രക്ഷപ്പെടാൻ നോക്കിയതെന്നും പോലീസുകാരൻ ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് ജുൻഹോ നമ്മൾ ഇതുവരെ കാണാത്തൊരു കാര്യം പറയുന്നത്. അയാളെ അടിച്ചല്ലോ. ജുൻഹോ ചോര വരുന്നത് കണ്ട് വേഗം തന്നെ ജുൻഹോ അപ്പൊ തന്നെ ആംബുലൻസിനെ വിളിക്കാൻ ഒരുങ്ങുന്നുണ്ട്. സ്റ്റോക്കറിനെ ഒന്ന് പേടിപ്പിക്കണമെന്ന് മാത്രമേ ജുൻഹോ വിചാരിച്ചിരുന്നുള്ളൂ, ഇങ്ങനെ അടിച്ചു കൊല്ലണമെന്നൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ വേഗം പോലീസിനെ വിളിക്കാനായി ഒരുങ്ങുമ്പോൾ അത് കാണുന്ന അച്ഛനാകട്ടെ വേണ്ട പോലീസിനെ വിളിക്കണ്ടെന്ന് പറഞ്ഞ് തടയാൻ നോക്കുമ്പോൾ വിളിച്ചില്ലെങ്കിൽ അത് ശരിയാവില്ലതേ, എനിക്ക് ഇവനെ കൊല്ലണമെന്നൊന്നും ഇല്ലാന്നല്ല ജുൻഹോ പറയുന്ന ടീം അതെന്റെ അച്ഛനാ, നിങ്ങളിപ്പോ പോലീസിനെ വിളിച്ചാൽ ശരിയാവില്ല, നിങ്ങൾ പൊക്കോ, ഞാൻ ഈ കാര്യങ്ങൾ നോക്കിക്കോളാന്ന് പറഞ്ഞ ജുൻഹോയോട് ഇത് തന്റെ അച്ഛനാണെന്ന കാര്യം അപ്പോഴാണ് അച്ഛൻ പറയുന്നതും വേഗം തന്നെ ജുൻഹോയെ അവിടെ നിന്ന് അവളാണ് നിർബന്ധിച്ച് ആംബുലൻസിനെ വിളിക്കാനോ സഹായിക്കാനോ ഒന്നും സമ്മതിക്കാതെ പറഞ്ഞു വിടുന്നതും. എന്തായാലും അപ്പോഴാണ് തന്നത് അച്ഛനാണെന്ന് അറിഞ്ഞതെന്നും തനിക്ക് അറിയാതെ പറ്റിപ്പോയത്, ഒരിക്കലും അച്ഛനെ കൊല്ലണമെന്നൊന്നും വിചാരിച്ചിട്ടില്ല, ആള് മാറി സംഭവിച്ചു പോയതാണെന്നല്ല ജുൻഹോ പറഞ്ഞെങ്കിൽ ജുൻഹോ നടന്ന കാര്യങ്ങളാണ് പറയുന്നത്. പക്ഷെ ജുൻഹോയെ ഈ ഒരു കേസിലെ പൂട്ടണം എന്ന രീതിക്ക് തന്നെയാണ് അവിടെ അജിനാകട്ടെ പോലീസിനോട് സംസാരിക്കുന്നതും മൊഴി കൊടുക്കുന്നതും. അല്ല നിങ്ങളുടെ അച്ഛൻ മരണപ്പെട്ട് കുറെ മണിക്കൂർ കഴിഞ്ഞാണല്ലോ ആംബുലൻസിനെ വിവരം അറിയിച്ചത്, പോസ്റ്റ്മോർട്ടത്തിൽ ടൈം അങ്ങനെയാണല്ലോ കാണിക്കുന്നത്, അത് അത്രയും ലേറ്റ് ആയതെന്നല്ല, അച്ഛനെ രക്ഷപ്പെടുത്തണമെങ്കിൽ എന്തുകൊണ്ട് അപ്പൊ തന്നെ പോലീസിനെ വിവരം അറിയിച്ചില്ല, ആംബുലൻസിനെ വിളിച്ചില്ല എന്ന് പോലീസുകാരൻ ചോദിക്കുമ്പോഴേക്കും അത് പിന്നെ എന്റെ ബോധം പോയിരുന്നു, എനിക്ക് ബോധം വന്നപ്പോഴാണ് ഞാൻ ആംബുലൻസിനെ വിളിച്ചതെന്നെല്ലാമായിരുന്നു അച്ഛൻ അപ്പോഴും കള്ളം പറയുന്നത്. എന്തായാലും പിന്നീട് ജുൻഹോയെ ഇപ്പൊ വീണ്ടും ബേസ്ബോളിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായി ജുൻഹോ ഇപ്പോ ചേർന്നിരിക്കുന്ന ഒരു ഏജൻസി പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. ജുൻഹോ പണ്ടൊരു ബേസ്ബോൾ പ്ലെയർ ആയിരുന്നു, ഇഞ്ചുറി പറ്റിയത് എന്നൊക്കെ മാറി നിൽക്കുമായിരുന്നല്ലോ. കൂടാതെ ജുൻഹോയുടെ ഒരു അടുത്ത സുഹൃത്തും ഈ പോലീസ് ഡിപ്പാർട്ട്മെന്റിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഈ കേസ് അന്വേഷിക്കുന്ന പോലീസുകാരന് ആ ഒരു ഏജൻസിന്ന് വന്ന് കൈക്കൂലി കൊടുക്കാനായി നോക്കുന്നുണ്ട്. അജിൻ ഒരു അനാഥ ആയതുകൊണ്ട് ഈ ഒരു കേസ് അവളുടെ തലയിൽ തന്നെ ഇട്ട് വെച്ചേക്കാം, മറ്റേ സെൽഫ് ഡിഫൻസിനായി അടിച്ചു എന്ന് പറയാം. ഇവിടെ ആവട്ടെ അച്ഛൻ പണ്ടുതൊട്ടേ ഉപദ്രവിക്കാറുണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് ഇവളായിട്ട് അച്ഛനെ അറ്റാക്ക് ചെയ്തു എന്ന രീതിക്ക് അങ്ങ് കേസ് മാറ്റിയാ കുഴപ്പമൊന്നുമില്ല, ആർക്കും കുഴപ്പമില്ല, അവളൊരു അനാഥ ആയതുകൊണ്ട് ചോദിക്കാനും പറയാൻ ആരുമില്ലെന്ന രീതിക്ക് സംസാരിക്കുന്നത് മാറി നിന്ന് കേൾക്കുന്ന അജിൻ അത് വോയിസ് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. കൂടാതെ ഈ പോലീസുകാരന് രഹസ്യമായി അവർ വെളിയിൽ നിന്ന് കൈക്കൂലി കൊടുക്കുന്ന കാഴ്ചയും തന്റെ മുറിയിൽ ഇരുന്നു കൊണ്ട് കാണുന്ന അജിൻ അതിന്റെ ഫോട്ടോ എടുക്കുന്നു. അങ്ങനെ ഇവിടെ നിന്ന് പോകുന്ന പോലീസുകാരൻ അജിന്റെ വീടിന്റെ അവിടേക്കാണ് പരിശോധനയ്ക്കായി പോകുന്നത്. പരിശോധിക്കുമ്പോൾ അവളുടെ ടോയ്ലറ്റിന്റെ അവിടെ നിന്ന് കമ്പിളിയുടെ ഒരു നാര് പോലീസുകാരൻ കണ്ടെടുക്കുന്നുണ്ട്. ഈ നാര് മറ്റേ പീസാക്കി തൊപ്പി ഫ്ലഷ് അടിച്ചില്ലേ, ആ സമയത്ത് അതിൽ നിന്ന് മിച്ചം വന്ന ഒരു നാരാണ്. എന്തായാലും അങ്ങനെ ഇവിടെ കാര്യങ്ങൾ നടക്കുമ്പോഴേക്കും ഈ ഒരു മരണത്തിന്റെ ന്യൂസ് ഒക്കെ ടിവിയിലൂടെ കാണുന്ന ജുൻസിയുടെ അമ്മ വെപ്രാളത്തിൽ അവനെ വിളിക്കുന്നുണ്ട്. കാരണം അവൻ അജിന്റെ കൂടെയാണെന്നാണല്ലോ അമ്മ വിചാരിച്ചിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ വിളിക്കുമ്പോൾ പക്ഷെ അവൻ ഫോൺ ഒട്ട് എടുക്കുന്നില്ല. അമ്മയ്ക്കാകെ ടെൻഷൻ ആവുന്നു. അങ്ങനെ എന്തായാലും അജിൻ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആവുമ്പോഴേക്കും അവളുടെ ബില്ലും കാര്യങ്ങളൊക്കെ അടയ്ക്കാനായി അവിടെ ജുൻസിയോ ഉണ്ടായിരുന്നു. പക്ഷെ പുറത്തിറങ്ങുന്ന അവളോട് എന്തെങ്കിലും അവന് സംസാരിക്കാൻ സാധിക്കും മുന്നേ ഒരു പോലീസുകാരനെത്തി കൂടുതൽ ചോദ്യം ചെയ്യാനായി അജിനെ സ്റ്റേഷനിലേക്ക് വിളിച്ചുകൊണ്ട് പോകുന്നു. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നതാട്ടെ ഒരു സെലിബ്രിറ്റിയാണ്. അവരാകട്ടെ വണ്ടി ഓടിച്ച് ഒരാളെ അറിയാതെ കൊന്നിരിക്കുന്നു. അതിന്റെ കേസ് നടക്കുന്ന ടീം അവരുടെ ഏജൻസിയിൽ നിന്ന് മേഡം അല്ല വണ്ടി ഓടിച്ചെന്ന് നമ്മൾ മറ്റൊരു ആളെ ഇപ്പൊ അവരാണ് വണ്ടി ഓടിച്ചതെന്ന് ഏക്കാനായി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. മേഡം അവര് പറയുന്നതിനൊക്കെ അനുസരിച്ച് ആ രീതിക്ക് നിന്നാ മതി, കേസിൽ നിന്ന് ഊരിയെടുക്കാന്നൊക്കെ പറഞ്ഞ് അവരോട് സംസാരിക്കുന്നു. അങ്ങനെ അവരെ പോലീസ് സ്റ്റേഷനിലേക്ക് മൊഴിയെടുക്കാനായി വിടുന്നുണ്ട്. ഇതേ ടീം അതേ പോലീസ് സ്റ്റേഷനിൽ തന്നെയാണ് നമ്മുടെ അജിനുള്ളത്. അജിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ടീം അവളോട് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ കള്ളം പറഞ്ഞത്, നീയാണ് എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്ത് ഇങ്ങനെ ഒരു കൊലപാതകത്തിന്റെ കാര്യങ്ങളിലേക്ക് എത്തിച്ചതെന്നതേ എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞ ആ ഒരു തൊപ്പിയുടെ നാരൊക്കെ കാട്ടിക്കൊടുക്കുന്നുണ്ട്. അത് കാണുമ്പോൾ അജിൻ ഉത്തരം മുട്ടിയിരിക്കുന്നു. കാരണം അങ്ങനെ ഒരു തൊപ്പി അറിയില്ല എന്നൊക്കെ ആയിരുന്നല്ലോ അവൾ പറഞ്ഞിരുന്നത്. അങ്ങനെ അവളാകട്ടെ പോലീസുകാരൻ ചോദിക്കുന്നതിന് എന്ത് മറുപടി പറയണോന്ന് അറിയാതെ ഇരുന്ന് ഇച്ചിരി വെള്ളം കിട്ടുമോ എന്ന് ചോദിക്കുന്നു. വെള്ളമോ ശരി എന്ന് പറഞ്ഞ പോലീസുകാരൻ അടുത്ത് നിന്ന പോലീസുകാരിയോട് ഒരുമാതിരി ഉച്ചത്തിൽ തന്നെ കുറച്ച് വെള്ളം എടുത്തുണ്ടോ, എനിക്കൊരു കോഫി
ഐസ്ക്രീം വേണമെന്ന് പറയുമ്പോൾ അവർക്കത് അത്ര ഇഷ്ടപ്പെടുന്നില്ല. അവരൊരുമാതിരി പിറുപിറുത്തും തുറച്ചു നോക്കിയൊക്കെ പോകുന്നത് അജിൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഈ പോലീസുകാർക്കിടയിൽ ഈഗോ ക്ലാഷ് ഉണ്ടെന്ന് അജിന് നന്നായി തന്നെ മനസ്സിലാവുന്നു. അങ്ങനെ ഇതേ ടീം തന്നെ അവിടെ ആ ഒരു സെലിബ്രിറ്റിയെ അജിന്റെ തൊട്ടപ്പുറത്തെ മുറിയുടെ അവിടെ വെച്ചാണ് ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരുന്നത്. അജിൻ അതുകൊണ്ട് തന്നെ അത് നന്നായി ശ്രദ്ധിച്ചിരുന്നു. ആ ഒരു സെലിബ്രിറ്റിക്ക് ആ ഒരു സ്റ്റേഷനിൽ കെട്ടുന്ന വിലയും അവർ ചെയ്ത തെറ്റാണെന്ന് വ്യക്തമായി മനസ്സിലാവുന്ന ആ ഒരു സാഹചര്യം ഉണ്ടായിട്ട് മറ്റൊരാളെത്തി ഇത് ഞാനാണ് ചെയ്തത്, ഞാനാണ് വണ്ടി ഓടിച്ചത്, ഈ മേഡം ബാക്ക് സീറ്റിലാണ് ഇരുന്നതെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോൾ അതൊക്കെ ഏറ്റവും വിശ്വസിക്കുന്ന രീതിയിൽ തന്നെ എല്ലാവരും എടുക്കുന്നതും സെലിബ്രിറ്റി അവിടെ എല്ലാവരും വലിയ സംഭവമായി കാണുന്നതും ഒക്കെ കാണുന്ന അജിന് സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉണ്ടെങ്കിൽ ജീവിതം കുറച്ചുകൂടെ എളുപ്പമാണ്, ആളുകൾ നല്ല നിലയും വിലയും തരും എന്നൊക്കെ ഉള്ളത് മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ പിന്നീട് അങ്ങനെ വെള്ളം കുടിച്ച് വീണ്ടും ചോദ്യം ചെയ്യാനായി ഒരുങ്ങുമ്പോഴേക്കും അജിൻ എനിക്ക് ആ പോലീസുകാരിയോടൊന്ന് സംസാരിക്കണമെന്ന് പറയുന്നു. എന്താ സംസാരിക്കാനുള്ളതെന്ന് അയാൾ ചോദിക്കുമ്പോഴേക്കും എനിക്ക് പീരീഡ്സ് ആയി അതിനെപ്പറ്റി ഒരു കാര്യം സംസാരിക്കാനാണെന്നെല്ലാം അവൾ പറയുമ്പോൾ ആ പോലീസുകാരനങ്ങ് മാറിക്കൊടുക്കുന്നുണ്ട്. ഇതേ ടീമാകട്ടെ ഒരു അഡ്വക്കേറ്റിനെ ചെന്ന് കണ്ട് എന്തോ ഒരു കാര്യം ജുൻസിയോ പ്ലാൻ ചെയ്യുന്നുണ്ട്. അവൻ അതിന്റെ ഭാഗമായി മുത്തശ്ശനെ വിളിച്ച് സംസാരിക്കുന്നു. പിന്നീട് അമ്മയെ കാണാനായി പോകുന്നുണ്ട്. അമ്മയോട് ഭയങ്കര സ്നേഹത്തിലൊക്കെ സംസാരിച്ച് അവൻ ഫുഡൊക്കെ കഴിക്കാനായി ഇരിക്കുമ്പോൾ അമ്മയ്ക്ക് ഭയങ്കര ഡൗട്ട്, കാരണം അമ്മയോട് ഭയങ്കര ദേഷ്യം കാണിച്ചവനാണ്. കൂടാതെ ഈ ഒരു സമയത്ത് അജിൻ ഇങ്ങനെ ഒരു പ്രശ്നത്തിലുള്ളപ്പോൾ അവൻ ഒരിക്കലും അമ്മയുടെ അടുത്തല്ല അജിന്റെ അടുത്തായിരിക്കും ഉണ്ടാവേണ്ടത്. കാരണം അവന്റെ സ്വഭാവം അങ്ങനെയാണല്ലോ, അവൾക്ക് വേണ്ടി എന്ത് ചെയ്യും. അതുകൊണ്ട് തന്നെ നിനക്ക് എന്താ പറ്റി, നീ എന്താ ഇപ്പൊ ഇങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ ഒരുമാതിരി അമ്മ ചോദിക്കുമ്പോൾ എന്ത് പറ്റി അമ്മ എന്നൊക്കെ പറഞ്ഞ് അവൻ ഒന്നും അറിയാത്ത കണക്ക് അവിടെ അമ്മയോട് സംസാരിക്കുന്നുണ്ട്. ഇതും അവന്റെ ഒരു പ്ലാനിന്റെ ഭാഗം തന്നെയാണ്. അങ്ങനെ എന്തായാലും ഇവിടെ കാര്യങ്ങൾ നടക്കുമ്പോഴേക്കും ആ പോലീസുകാരിയോട് തനിയെ സംസാരിക്കാനായി അവസരം കിട്ടുന്ന അജിനാകട്ടെ അവളുടെ ഫോണില് ആ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെതിരെയുള്ള ചില തെളിവുകൾ ഉണ്ടെന്നൊക്കെ പറഞ്ഞ പോലീസുകാരിയെ പിരികേറ്റുമ്പോൾ അവർ ആ ഫോൺ എടുത്ത് പരിശോധിക്കുന്നുണ്ട്. അങ്ങനെ അതിൽ നിന്ന് അയാളാകട്ടെ കൈക്കൂലി വാങ്ങിയതിന്റെ ഒക്കെ തെളിവ് കിട്ടുന്നുണ്ടല്ലോ. അതായത് കൈക്കൂലി എന്ന് പറഞ്ഞാൽ നേരിട്ട് കൈക്കൂലി അല്ല കൊടുക്കുന്നത്, പക്ഷെ ഒരു ജ്യൂസിന്റെ ബോട്ടിലില് കാശിട്ട് അങ്ങനെ അത് കൈമാറുന്നതാണ് ഉള്ളത്. അതൊക്കെ വെച്ച് അയാൾക്കിട്ട് ഒരു പണി കൊടുക്കാനായി ഇവരെ ഉപയോഗിക്കാനായി അജിൻ നോക്കുന്നുണ്ട്. അങ്ങനെ അത് പ്രകാരം തന്നെ അവരത് കംപ്ലൈന്റ് ചെയ്യുകയും അങ്ങനെ ഇയാളുടെ അടുത്ത് വിജിലൻസ് അന്വേഷിക്കാനായി എത്തുന്നുണ്ട്. പക്ഷെ അയാളെ പിടിക്കുന്നില്ല, കാരണം അയാൾ അപ്പോഴേക്കും അതിനുള്ള കാര്യങ്ങൾ മാറ്റിയിരുന്നു. പക്ഷെ കറക്റ്റായി ഇന്ന രീതിക്ക് ഒരു കുപ്പിയിലാണ് തനിക്ക് കൈക്കൂലി കിട്ടിയത് എന്നിങ്ങനെ എങ്ങനെ ഇവർ കറക്റ്റായി ആ ഒരു കാര്യം അന്വേഷിച്ചെത്തി, ആരോ തന്നെ ഒറ്റ കൊടുത്തതാണല്ലോ എന്ന് മനസ്സിലാക്കി അജിന്റെ അടുത്തേക്ക് തന്നെ കലിപ്പിലെത്തുന്നുണ്ട്. നീ എന്നെ എങ്ങനെയല്ലേ ഈ ഒരു കേസ് അന്വേഷണത്തിൽ നിന്ന് മാറ്റി രക്ഷപ്പെടാന്ന് കരുതിയെങ്കിൽ നടക്കാനേ പോകുന്നില്ല, നീയാണ് ഈ കൊലപാതകം ചെയ്തതെന്നത് ഞാൻ തെളിയിച്ചിരിക്കും, നിന്നെ പൂട്ടിയിരിക്കുമെന്ന് അയാൾ അവളെ മുഖത്ത് നോക്കി ചലഞ്ച് ചെയ്യുന്നുണ്ട്. ഇതേ ടീം ജുൻഹോയുടെ ഒരു സുഹൃത്ത് പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടല്ലോ, അദ്ദേഹം ജുൻഹോയുടെ കേസിനെ പറ്റി സംസാരിക്കുന്നുണ്ട്. അജിനെ ഈ ഒരു കേസിൽ കുടുക്കി ജുൻഹോയെ രക്ഷപ്പെടുത്തുന്നതിനെ പറ്റി സംസാരിക്കുമ്പോൾ പക്ഷെ ജുൻഹോയ്ക്ക് അത് വലിയ താല്പര്യമില്ല. അവളൊരു പാവല്ല, അവൾ എന്ത് ചെയ്തിട്ടാണെന്നല്ല. അജിൻ അപ്പോഴും ഇന്നസെന്റ് ആണെന്ന് കരുതി ജുൻഹോ അജിനെ പറ്റി സംസാരിക്കുന്നുണ്ടായിരുന്നു. പാവം അയാൾ അറിയുന്നില്ലല്ലോ ഇവൾ പ്ലാൻ ചെയ്ത് അയാളെ കുടുക്കിയ കാര്യം. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് എന്റർടൈൻമെന്റ് കമ്പനിയുടെ സിഇഒ ഇല്ലേ മിറി, അവരുടെ ഒരു സ്റ്റാഫ് എത്തി അജിനെ പോലീസ് കസ്റ്റഡിയിൽ വെച്ച് സംസാരിക്കുന്നതാണ്. ഹെൽപ്പ് ചെയ്യാം, നീ ഒന്ന് ഓക്കെ പറയുകയാണെങ്കിൽ ഒരു ലോയറിനെ ഏർപ്പാടാക്കി രക്ഷപ്പെടുത്താന്നൊക്കെ അവർ പറയുമ്പോൾ നിങ്ങൾ ഇപ്പൊ എന്നെ ഹെൽപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നിൽ നിന്ന് തിരിച്ച് എന്ത് പ്രതീക്ഷിച്ചിട്ടാണെന്ന് അജിൻ ചോദിക്കുന്നുണ്ട്. ആ ടീം എന്താ വേണ്ടതെന്ന് നിനക്കറിയാലോ, എന്തായാലും നാളെ രാവിലെ 6 മണി വരെ നീ ആലോചിക്കുക, അതിനുശേഷം ഒരു ഉത്തരം പറ, ഞങ്ങളെ ഹെൽപ്പ് ചെയ്ത് നിന്നെ പുറത്തിറക്കാം, അതിന് പകരം നീ ഞങ്ങളുടെ കമ്പനിയുടെ ഒരു ഭാഗം ആവാൻ സമ്മതിച്ചാൽ മാത്രം മതി എന്നൊക്കെ അവർ പറയുമ്പോൾ അജിൻ എന്ത് പറയണമെന്ന് അറിയില്ല. എന്തായാലും ഇവിടെ ഇങ്ങനെ കാര്യങ്ങൾ നടക്കുമ്പോഴേക്കും പോലീസ് വീണ്ടും അജിന്റെ ഈ ഒരു കേസിന്റെ അന്വേഷണത്തിലാണല്ലോ, അതിന്റെ ഭാഗമായി അജിന്റെ ഒരു കോവർക്കറിനെ അന്വേഷിക്കുന്നുണ്ട്. ആ ടീം അയാളാകട്ടെ അറിയാവുന്ന കാര്യങ്ങൾ പറയുന്നു. അജിൻ ഇങ്ങനെ ഒരു സ്റ്റോക്കർ ഉണ്ടായിരുന്നു, പിന്നെ കൂടുതലൊന്നും അറിയില്ല എന്നതൊക്കെ. കൂടാതെ അന്ന് സൂപ്പർ മാർക്കറ്റ് രണ്ടുപേരും കണ്ടതും അയാൾ പറഞ്ഞിരുന്നു. അങ്ങനെ അവിടുന്ന് ഒരു CCTV ഫുട്ടേജ് കളക്ട് ചെയ്ത് പോലീസുകാർ ആ ഒരു സ്റ്റോക്കർ എന്ന് പറയുന്ന പയ്യന്റെ, അതായത് പിറകെ നടന്ന് ഇങ്ങനെ ശല്യപ്പെടുത്തുന്നു എന്ന് പറയുന്ന ആ ഒരു പയ്യന്റെ മുഖം മനസ്സിലാക്കാനായി ശ്രമിക്കുന്നുണ്ടെങ്കിലും മുഖമൊന്നും അതിൽ നന്നായിട്ട് പതിഞ്ഞിട്ടില്ല. പിന്നെ അജിൻ അവളുടെ അച്ഛനും ജുൻസിയോയും അടി ഉണ്ടാക്കിയപ്പോൾ പോലീസ് സ്റ്റേഷനിൽ വന്നിരുന്നില്ലേ, ആ ഒരു സമയത്തും അവൾ അച്ഛനെ പുറത്തിറക്കാനുള്ള മൊഴിയാണ് അവിടെ കൊടുത്തതെന്ന് മനസ്സിലാക്കുന്ന പോലീസുകാർ അങ്ങനെ അച്ഛനെ ഈ ഒരു സംഭവം നടക്കുന്നതിന് 1-2 ദിവസം മുന്നേ പോലും രക്ഷപ്പെടുത്താനായി ശ്രമിച്ച അവൾ കൊല്ലാൻ വല്ല ചാൻസ് ഉണ്ടെന്ന രീതിക്ക് ഡൗട്ട് ആവുന്നുണ്ട്. എന്തായാലും അപ്പോഴേക്കും ജുൻസിയോ തന്നെ പോലീസ് സ്റ്റേഷനിലെത്തി അവനാണ് അജിന്റെ അച്ഛനെ കൊന്നതെന്ന് പറയുന്നു. അവന് അജിനോട് ഒരു താല്പര്യം ഉണ്ടെന്നും അവളുടെ അച്ഛനെ കൊന്നാൽ മാത്രമേ അത് നടക്കുള്ളെന്നും അവളുടെ അച്ഛൻ കാരണം അവൾ കുറെ കഷ്ടപ്പെടുന്നുണ്ടെന്നും ഒക്കെ മനസ്സിലാക്കി അയാളെ കൊല്ലാനായി മനഃപൂർവ്വം തന്നെ അവൻ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തതാണെന്നും അജിൻ ഈ ഒരു മരണത്തിലോ കൊലപാതകത്തിലോ ഒരു പങ്കില്ലെന്നും തനിക്ക് അജിന്റെ അച്ഛനുമായി മുന്നേ തന്നെ അജിനെ അയാൾ ഉപദ്രവിക്കുന്നതിന്റെ പേരിൽ ഭയങ്കരമായി പ്രശ്നങ്ങളുണ്ട്, അതിന്റെ ഭാഗമായിട്ടാണ് 2 ദിവസം മുന്നേ തങ്ങൾ പോലീസ് സ്റ്റേഷൻ വരെ ആ പ്രശ്നത്തിൽ എത്തിയതെന്നും ഒക്കെ ജുൻസിയോ തന്നെ ഈ ഒരു കുറ്റം ഏറ്റെടുത്ത് സംസാരിക്കുമ്പോൾ ഇപ്പൊ നീ എന്തിനാ വന്ന് ഈ കുറ്റം ഏറ്റെടുക്കുന്നതെന്ന് പോലീസുകാരന്റെ ചോദ്യത്തിന് എന്താ എനിക്ക് സത്യം പറഞ്ഞൂടെ, സത്യം പറയുന്നതും ഒരു തെറ്റാണോ എന്നതായിരുന്നു അവന്റെ മറു ചോദ്യം. എന്തായാലും അതിന്റെ പോലീസുകാർക്ക് പിന്നെ പറയാനൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർ ജുൻസിയോയുടെ ആ ഒരു കൺഫെഷൻ അക്സെപ്റ്റ് ചെയ്യുകയും അജിനെ റിലീസ് ചെയ്യാനായി തീരുമാനിക്കുകയും ചെയ്യുന്നു. തുടർന്ന് അങ്ങനെ റിലീസ് ചെയ്യുമ്പോഴേക്കും അല്ല എന്തിപ്പോ എന്നെ പുറത്തുവിടാൻ കാര്യം എന്ന മട്ടിൽ അവൾ കാര്യം തിരക്കുന്നുണ്ട്. ആ ടീമാണ് ആക്ച്വലി ജുൻസിയോ താൻ തന്നെയാണ് സ്റ്റോക്കറായി അജിന്റെ പുറകെ നടന്നതെന്നൊക്കെ അവൻ പറഞ്ഞിരുന്നു. കാരണം സ്റ്റോക്കറിന്റെ മുഖമൊന്നും ഇവർക്ക് വ്യക്തമായി കിട്ടിയിട്ടില്ലെന്ന് അറിയാവുന്നതിന്റെ ധൈര്യത്തിലാണ് അവനത് പറഞ്ഞത്. എന്തായാലും അവളുടെ ചോദ്യത്തിന് അത് തന്നെയാണ് ഈ പോലീസുകാർ മറുപടി കൊടുക്കുന്നത്. നിന്റെ പുറകെ നടന്നവൻ തന്നെ വന്ന് കുറ്റം ഏറ്റെടുത്തിട്ടുണ്ട്, അവനാണ് നിന്റെ അച്ഛനെ കൊന്നതെന്ന്. പിന്നെ നിന്നെ ഇവിടെ വെക്കേണ്ട കാര്യമില്ലല്ലോ
ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് അവർ സംസാരിക്കുമ്പോ എന്റെ സ്റ്റോക്കർ കുറ്റമേറ്റെടുത്തോ എന്താണെന്ന് മനസ്സിലാവാതെ അവൾ വീണ്ടും ചോദിക്കുമ്പോഴാണ് ജുൻസിയോ തനിക്ക് വേണ്ടി തന്റെ സ്റ്റോക്കറാണ് അവനാണ് തന്റെ അച്ഛനെ കൊന്നതെന്നൊക്കെ പറഞ്ഞ് ഇവിടെ കുറ്റമേറ്റെടുത്തു എന്ന കാര്യം അവൾക്ക് മനസ്സിലാവുന്നത്. അവൾക്ക് അതൊരു ഷോക്ക് ആയിരുന്നു. എന്തായാലും അവളങ്ങനെ പുറത്തോട്ട് ഇറങ്ങുന്ന ഈ സമയത്താണ് നമ്മൾ മറ്റൊരു ഫ്ലാഷ് ബാക്ക് കാണുന്നത്. ജുൻഹോ അവിടെ നിന്ന് പോയ ശേഷം അച്ഛനെ അടിച്ചു കൊന്നിരുന്നല്ലോ അജിൻ. അതിനുശേഷം അവൾ അവിടെ ബോധം കെട്ട് വീണിരുന്നു. ആ സമയത്താണ് അവിടേക്ക് ജുൻസിയോ എത്തുന്നത്. അവൻ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അജിനെ രക്ഷപ്പെടുത്താനായി അവനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവിടെ ചില തെളിവുകൾ നശിപ്പിക്കുകയും ഈ ഒരു കൊലപാതകം ഒരിക്കലും അജിന്റെ തലയിൽ ആവരുത്, അവൾ അതിൽ നിന്ന് എങ്ങനെയും രക്ഷപ്പെടുത്തണം, അത് താൻ ഏറ്റെടുക്കേണ്ടി വന്നാലും കുഴപ്പമില്ലെന്ന രീതിയിൽ പ്ലാൻ ചെയ്ത് അങ്ങനെ അവനാണ് കുറ്റക്കാരൻ എന്ന രീതിയിൽ സാഹചര്യം വരാനായി കുറച്ച് തെളിവുകൾ അവിടെ മനഃപൂർവ്വം സൃഷ്ടിക്കാനും നോക്കിയിരുന്നു. അവൻ ഇതൊക്കെ ചെയ്യാൻ കാരണം തനിക്ക് വേണ്ടി എന്തും ചെയ്യാനായി അവൻ തയ്യാറാവണമെന്നത് അജിൻ അവനോട് പറഞ്ഞിരുന്നല്ലോ. അവളോട് ഭയങ്കരമായ പ്രണയം തലയ്ക്ക് പിടിച്ചിരിക്കുന്നവന് ആദ്യമൊക്കെ അവൾക്ക് വേണ്ടി ഒരാളെ കൊല്ലാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. അത് അവൻ തുറന്ന് സമ്മതിച്ചിരുന്നതാണ്. പക്ഷെ ഇപ്പൊ അവളെ രക്ഷപ്പെടുത്താനായി ഇങ്ങനെ ഒരു കൊലപാതകം ഏറ്റെടുക്കേണ്ടി വന്ന അതുപോലെ ചെയ്യാനായി റെഡിയാണെന്ന രീതിക്കാണ് അവൻ അത്രയും കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തത്. എന്തായാലും പോലീസുകാരനായിട്ട് ജുൻസിയോ പറഞ്ഞ കാര്യങ്ങളെ പറ്റി ഒന്ന് അന്വേഷിച്ച് നോക്കുമ്പോൾ അവൻ ഫാബ്രിക്കേറ്റ് ചെയ്യാൻ നോക്കിയ ഒരു കഥയാണത്. അവനല്ല ആക്ച്വലി ആ ഒരു സ്റ്റോക്കർ എന്നും അവനല്ല കൊന്നതെന്നും പോലീസുകാരന് മനസ്സിലാവുന്നുണ്ട്. തുടർന്ന് അവനെ സ്റ്റേഷനിൽ നിന്ന് ഇറക്കി വിടാനായി ഒരു ശ്രമം നടത്തുമ്പോഴേക്കും ഞാനാണ് കൊന്നതെന്ന് പറഞ്ഞില്ലേ, പിന്നെ നിങ്ങൾക്കൊക്കെ എന്താണെന്ന് മട്ടില് അവൻ അവിടെ എതിർക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അവനെ അവിടെ നിന്ന് ഇറക്കി വിടുന്നു. അപ്പോഴേക്കും അജിനാകട്ടെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് റിലീസായി നേരെ മിറിയുടെ അടുത്ത് ഹെൽപ്പ് ചോദിച്ചിരുന്നു. അങ്ങനെ മിറിയൊക്കെ ഇടപെട്ട് അവരുടെ ഇൻഫ്ലുവൻസ് കൊണ്ട് അജിനെ കൊടുക്കാനായി നോക്കിയ ആ പോലീസുകാരനെ ഈ ഒരു കേസിന്റെ കാര്യങ്ങളിൽ നിന്ന് മാറ്റാനും അവർക്ക് സാധിക്കുന്നു. അതിന് പകരമായി തന്റെ കമ്പനിയിൽ ജോയിൻ ചെയ്യാനായി അജിനോട് ആവശ്യപ്പെടുന്ന മിറി ജുൻസിയോയുമായിട്ടുള്ള അവളുടെ എല്ലാ റിലേഷനും അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെടുകയാണ്. അതെന്തിനാ അങ്ങനെ ചെയ്യുന്നതെന്ന് അവളുടെ ചോദ്യത്തിന് അവൾ ഞങ്ങളുടെ കമ്പനിയുടെ സ്റ്റാർ ആയി കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് പുതിയൊരു രൂപവും ഭാവവുമാണ് കമ്പനി നൽകാൻ പോകുന്നതെന്നും ആ സമയത്ത് അവൾക്ക് ഇതുപോലെയുള്ള അനാവശ്യ റിലേഷൻഷിപ്പ് ഒന്നും പാടില്ലെന്നും അങ്ങനെ ഉണ്ടെങ്കിൽ അത് അവളുടെ ലൈഫ് തന്നെ അല്ലെങ്കിൽ അവൾക്ക് ഒരു സെലിബ്രിറ്റി ആയി കഴിയുമ്പോൾ കിട്ടുന്ന ഒരു എല്ലാ കാര്യങ്ങളും സ്പോയിൽ ചെയ്യുന്ന കണക്കാകുമെന്നും അതുകൊണ്ട് അനാവശ്യമായ ബന്ധങ്ങളോ കാര്യങ്ങളോ ഒന്നും പാടില്ല എന്നുമായിരുന്നു അവർ പറയുന്നത്. എന്തായാലും ഒരു സെലിബ്രിറ്റിയുടെ പവർ എന്താണെന്ന് നിങ്ങൾക്ക് ഇതിനോടകം മനസ്സിലായി കാണുമല്ലോ അല്ലേന്ന് ഇവർ വിചാരിച്ചതുകൊണ്ടാണ് അജിനെ ഇപ്പോ ആ ഒരു കേസിൽ നിന്നൊക്കെ മോചിപ്പിക്കാനായി സാധിച്ചത്. അതിന് കുത്തിപ്പൊങ്ങുന്ന രീതിയിൽ വീണ്ടും അവൾക്ക് യാതൊരുവിധ ബന്ധങ്ങളും കാണാൻ പാടില്ല എന്നല്ല മിറി അജിനോട് പറയുന്നുണ്ട്. എന്തായാലും ആ കണ്ടീഷന് അജിൻ സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ അജിൻ അവിടെ നിന്ന് തിരിച്ചു പോകുന്നത് ജുൻസിയോയെ കാണാനായിട്ടാണ്. നീ എന്തിനെങ്ങനെ ചെയ്തത്, വല്ല അപകടത്തിലും പെട്ടെങ്കിൽ എന്ത് ചെയ്തേന്നൊക്കെ പറഞ്ഞ് ജുൻസിയോ ആകെ ടെൻഷനെ സംസാരിക്കുമ്പോൾ നീ എന്തിനാ എന്റെ ഇടയിൽ കയറുന്നതെന്നൊക്കെ ചോദിച്ച് അനാവശ്യ കാര്യങ്ങളിൽ ഇടപെട്ട് താൻ ചെയ്ത കുറ്റത്തിന് അവൻ ഏറ്റെടുത്തതെന്ന് മട്ടിലും സംസാരിക്കുന്ന അജിൻ ഞാൻ എന്തായാലും അത് അയാളുടെ തലയിൽ ഇടാൻ ഒരുങ്ങിയതല്ലായിരുന്നു, നീ എന്തിനാ ഇടയിൽ കയറിയെന്നല്ല ജുൻഹോയുടെ മേളിൽ വരേണ്ട ഒരു കുറ്റം എന്തിന് ജുൻസിയോ ഏറ്റെടുത്തു എന്ന രീതിയിൽ അജിൻ സംസാരിക്കുമ്പോൾ അയാൾ ഒരു ഇന്നസെന്റ് അല്ലേ, അയാൾ നിന്നെ പ്രൊട്ടക്ട് ചെയ്യാനല്ലേ നോക്കിയത്, പിന്നെ നീ എന്തിനാ അയാൾ ഇങ്ങനെ കൊടുക്കാൻ നോക്കുന്നതെന്ന് ജുൻസിയോ ചോദിക്കുമ്പോൾ എനിക്ക് മറ്റുള്ളവരുടെ വേദന അറിയേണ്ട കാര്യമില്ല, എനിക്ക് എന്റെ കാര്യം നോക്കിയാൽ മതി, അതിന് ഞാൻ ആരെയും വേദനിപ്പിക്കുമെന്നായിരുന്നു അവളുടെ മറുപടി. അവനാകട്ടെ നിനക്കിനി എന്തിനും ഏതിനും ഞാനുണ്ട്, അതുകൊണ്ട് എന്നെ വിട്ട് നീ പോവരുത്, നിന്നെ ഏതവസ്ഥയിലും ഞാൻ സംരക്ഷിക്കും എന്നൊക്കെ പറഞ്ഞ് അവളോട് ഭയങ്കര സ്നേഹത്തിൽ സംസാരിക്കുമ്പോൾ അവൾ അത് കേൾക്കാനായി നിൽക്കുന്നില്ല. നിന്റെ ഈ സ്നേഹം എനിക്കൊരു ബാധ്യതയായിട്ടാണ് തോന്നുന്നത്, അതുകൊണ്ട് ഇതിനി വേണ്ട, നമ്മൾ തമ്മിൽ ഇനി ഒരു റിലേഷനും ഇല്ല എന്നും പറഞ്ഞ് അവനെ അവിടെ ഉപേക്ഷിച്ച് അവൾ നടന്നകലുമ്പോൾ അവൻ പലതവണ അവളെ വിളിക്കുന്നുണ്ടെങ്കിലും ഇനി മേലാൽ നമ്മൾ തമ്മിൽ ഒരു ബന്ധമില്ല എന്ന് പറഞ്ഞ് ജുൻസിയോയെ തീർത്തും തള്ളിപ്പറഞ്ഞ് അജിൻ അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ അജിൻ മിറിയുടെ എന്റർടൈൻമെന്റ് കമ്പനിയുടെ ഒരു ഭാഗമാകുന്നതും പിന്നീട് അവൾ ആ ഒരു നാട്ടിലെ അറിയപ്പെടുന്ന വലിയൊരു സ്റ്റാറായി മാറുന്നതുമാണ് നമ്മൾ കാണുന്നത്. അജിൻ അങ്ങനെ ആ നാട്ടിലെ ഇപ്പോൾ ഏറ്റവും പോപ്പുലർ ആയ ഒരു താരമാണ്. ഒരുപാട് സക്സസ്ഫുൾ ആയ സിനിമകളും ഡ്രാമകളും പരസ്യവും അങ്ങനെ കരിയർ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു. അവളാണ് ഇപ്പോൾ അവിടുത്തെ ചർച്ചാ വിഷയം തന്നെ. അങ്ങനെ അവളെ പറ്റിയുള്ള ന്യൂസും കാര്യങ്ങളും ഒക്കെ ടിവിയിൽ പ്ലേ ചെയ്തിരിക്കുമ്പോൾ അത് ജയിലിൽ കിടന്നുകൊണ്ട് ജുൻഹോ കാണുന്നത് നമുക്ക് കാണാം. ജുൻഹോയെ ആ കേസിൽ നിന്ന് രക്ഷപ്പെടുത്താനായി കഴിഞ്ഞില്ല. പാവം ഇന്നസെന്റ് ആയ ജുൻഹോ അജിൻ കാരണം ആ ഒരു കേസിൽ അങ്ങനെ കുടുങ്ങി പോവുകയാണ്. ജുൻഹോയെ ആ ഒരു കേസിൽ നിന്ന് രക്ഷപ്പെടുത്താനായി നടന്ന ശ്രമം ഒക്കെ തന്നെ മിറി അജിനെ രക്ഷപ്പെടുത്താനായി കാശ് കൊടുത്ത് ഒതുക്കി. അതങ്ങനെ ജുൻഹോയുടെ തലയിൽ തന്നെ ആയി അയാളിപ്പോ ജയിലിൽ കഴിയുകയാണ്. അജിന്റെ കപടതയിൽ അറിയാതെ വീണുപോയ ജുൻഹോയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്. ശേഷം എന്താണ് സംഭവിച്ചത്, ആരാണ് ഇനി അജിന്റെ അടുത്ത ഇര, അവളുടെ ലൈഫ് ഇത് എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്നൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കാണാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണം. വീണ്ടും പുതിയൊരു എപ്പിസോഡുമായി കണ്ടുമുട്ടും വരെ ബൈ.